കേരള PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. എല്ലാ തവണയും നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതുപോലെ തന്നെ ഒരു അവസരമുണ്ട്. അതെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നോട്ടിഫിക്കേഷനാണ്. ഒത്തിരി അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ്. സോ നമുക്കത് എന്താണെന്ന് നോക്കാം. നമുക്കത് വന്നിരിക്കുന്ന കാറ്റഗറി നമ്പർ 276/2025 ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രേഡ്സ്മാൻ സിവിലാണ്. അപ്പോൾ ട്രേഡ്സ്മാൻ സിവിൽ എന്ന് പറയുന്നത് ഇത്രയും കാലം PSC എക്സാം നടത്തിക്കൊണ്ടിരുന്നത് അതായത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് വൈസിൽ 1-2 വേക്കൻസീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഡിസ്ട്രിക്ട് വൈസ് എക്സാം എഴുതി അതിൽ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് സ്റ്റേറ്റ് വൈഡ് ആക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് കൂടും. എന്നിരുന്നാലും ഓരോ ഡിസ്ട്രിക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി വേക്കൻസീസ് കാണാൻ ചാൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ്റെ ടൈമിലുള്ള നമ്പർ ഓഫ് വേക്കൻസീസ് 7 ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ദർ ആർ ചാൻസസ് അത് കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു 7 എന്ന് പറഞ്ഞാൽ നമുക്കൊരു 14 ജില്ലകളുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും 2-3 അഡ്വൈസസ് ഓൺ ആവറേജ് നമുക്ക് മുന്നുള്ള ലിസ്റ്റുകളിൽ പോയത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിൽ 7 വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും 3 വർഷം റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളത് കൊണ്ട് ദർ ആർ ചാൻസസ് ദാറ്റ് ഇതിൽ കൂടുതൽ നമുക്ക് വേക്കൻസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ട്രേഡ്സ്മാൻ സിവിലാണ് നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കേരള PSC തുളസി പ്രൊഫൈലിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പേ സ്കെയിൽ വരുന്നത് 26,500 to 60,700 ആണ്. നമുക്ക് ട്രേഡ്സ്മാൻ സിവിൽ എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ടീച്ചിങ് ജോബിന് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് പഠിക്കാവുന്ന ഒരു പോസ്റ്റാണ്. ആൻഡ് ഒത്തിരി വലിയ സിലബസ് ഒന്നുമല്ല. നിങ്ങൾക്ക് സിലബസും ക്വാളിഫിക്കേഷനൊക്കെ കാണുമ്പോൾ എത്രത്തോളം സിമ്പിളാണ് ടീച്ചിങ് ജോബ് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് BTech ലെവലിലെ സിലബസ് പഠിക്കുകയോ അല്ലെങ്കിൽ MTech ലെവലിലെ സിലബസ് പഠിച്ച് AP ലെക്ചർ ഇൻ പോളി ഒക്കെ ഉണ്ടെങ്കിൽ കൂടി കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോബ് തന്നെയാണിത്. അപ്പം എപ്പോഴും ടീച്ചിങ് ജോബ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കണക്കാക്കുമെങ്കിൽ ഓഫ് കോഴ്സ് ഇതൊരു പ്രിഫർ ചെയ്യാവുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നമുക്കിവിടെ ഏജ് ലിമിറ്റ് 18 to 36 തന്നെയാണ്. നോർമലി നമ്മുടെ PSCയുടെ ഏജ് ലിമിറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത് പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ്. അതായത് ടെക്നിക്കൽ സ്കൂളിൽ നമ്മൾ ഈ പറഞ്ഞ ട്രേഡ്സ്മാൻ സിവിലിൽ സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓർ പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഓർ ഇക്വലന്റ്. നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. അതിൻ്റെ കൂടെ NTC സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് NTC സർട്ടിഫിക്കറ്റ് ആ പറഞ്ഞ നമ്മുടെ പർട്ടിക്കുലർ ട്രേഡിന്, അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രേഡ്സ്മാൻ സിവിൽ ആണെങ്കിൽ ട്രേഡ്സ്മാൻ സിവിൽ ട്രേഡിൽ നമുക്ക് NTC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ KGCE അതായത് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എക്സാം ആണെങ്കിലും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അല്ലെങ്കിൽ വൊക്കേഷണൽ VHSC അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ പഠിച്ച ആൾക്കാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതായത് BTech MTech ഡിപ്ലോമയൊക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3/10/2025 ആണ്. ഓർത്ത് വെക്കുക, 3/10/2025 ആണ്. സോ ലാസ്റ്റ് മിനിറ്റ് വരെ പോവാതെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. പ്രൊഫൈൽ ഇപ്പം ആക്റ്റീവ് ആയിരിക്കും. സോ ഡോണ്ട് ഫൊഗെറ്റ് ടു അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മുടെ സിലബസിലേക്ക് വരാം. നോർമലി ട്രേഡ്സ്മാൻ സിവിൽ എന്ന് പറയുന്നത് ഒരു ITI യോഗ്യതയുള്ള പരീക്ഷയായിട്ട് കണക്കാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ITI ലെവലിലുള്ള നിമി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. സോ ഒരു എക്സ്പെക്റ്റഡ് സിലബസ് എന്ന രീതിയിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് എന്താണെന്ന് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ദാറ്റ് യു ക്യാൻ ക്വിക്ക് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. നല്ലൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ഔട്ട് ആക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. 8 മാർക്കാണ് അതിന് വെയിറ്റേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ പിന്നെ ഡ്രോയിങ് ഷീറ്റ്, ലൈൻസ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, സ്കെയിൽസ്, ജോമെട്രി കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻസ്, പ്രൊജക്ഷൻസ്, ഇത്രയുമാണുള്ളത്. ദെൻ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. അവിടെ 12 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് വരിക. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ സ്റ്റോൺ, ബ്രിക്ക്, ലൈം, ടിമ്പർ, ടൈൽസ്, സാൻഡ്, സിമെൻറ്റ്, മോട്ടാർ, കോൺക്രീറ്റ്, അഡ്മിക്സ്റ്റേഴ്സ്, മെറ്റൽസ്, ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ്, ഗ്ലാസ്, പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽസ്. 12 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ കുറച്ച് വെയിറ്റേജ് കൂടുതലാണ്. സോ അത്രയും ടൈം അതിന് ഡിവോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഈ പേപ്പർ എന്ന് പറയുന്നത്, ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന് മാത്രമല്ല ഏതൊരു എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പേപ്പറും തന്നെയാണ്. ദെൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അഗെയിൻ 20 മാർക്സ്. സോ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടോട്ടലി നിങ്ങൾക്ക് 20+12 32 മാർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ 32 മാർക്ക് തന്നെ ഈവൻ നിങ്ങൾ എക്സാംസിന് നോക്കിയാൽ പോലും 15ഓളം മാർക്ക് ഈ സബ്ജക്ട്സ് തരുന്നുണ്ട്. അപ്പം ഏതൊരു എക്സാം BTech ലെവലാണെങ്കിലോ ഡിപ്ലോമ ലെവലാണെങ്കിലോ ITI ലെവലാണെങ്കിലോ ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും പഠിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കുക. എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ ഇതേ ടോപ്പിക്സ് തന്നെയാണ് പഠിക്കുന്നത്. റിവിഷനായി കണക്കാക്കി കുറച്ച് കുഞ്ഞു കോഡ്സിലൂടെ ഇതെല്ലാം ഓർത്ത് വെക്കുക.
എപ്പോഴും പഠിക്കുന്ന സമയത്ത് ചെറിയൊരു സ്റ്റോറി പോലെയോ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടൊരു മെനോമോണിക്സ് ഉണ്ടാക്കിയോ ഫ്ലാഷ് കാർഡ് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് റിമെമ്പർ ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് മൊഡ്യൂൾ 4 ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ്, 12 മാർക്കാണ്. അത്യാവശ്യം അതും വെയിറ്റേജ് ഉണ്ട് നമുക്ക്. ദെൻ കമ്മിങ് ടു ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് 6 മാർക്ക്. സർവേയിങ്ങിന് നിങ്ങൾക്ക് 14 മാർക്കുണ്ട്. എഗെയിൻ അടുത്ത വിട്ടുകൂടാൻ പറ്റാത്ത ഡിപ്ലോമ ലെവലാണെങ്കിലും IT ലെവലിലെയും പരീക്ഷകൾക്ക് വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ് സർവേയിങ്. അപ്പം 32 മാർക്ക് അവിടെ കിട്ടി, 14 മാർക്ക് സർവേയിങ് ആയി. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് എവിടെ എത്തി, ഹാഫ് ഓഫ് നമ്മുടെ പേപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ സർവേയിങ്ങിൽ നിങ്ങൾക്ക് ചെയിൻ സർവേയിങ് ഉണ്ട്, അതുപോലെ ഏരിയ വോളിയം കാൽക്കുലേഷൻ, പ്ലെയിൻ ടേബിൾ സർവേയിങ്, കോമ്പസ് സർവേയിങ്, ലെവലിംഗ്, കോണ്ടൂറിങ്, കർവ്സ്, തിയോഡലൈറ്റ് സർവേയിങ് ഉണ്ട്. ദെൻ നമുക്ക് നമ്മുടെ മോഡേൺ സർവേയിങ് ആയ ടോട്ടൽ സ്റ്റേഷൻ, GPS, GIS ഒക്കെയാണ്. ഇതെല്ലാം നിമി ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഓട്ടോക്യാഡിന് 8 മാർക്കുണ്ട്. ഓട്ടോക്യാഡിൻ്റെ കമാൻഡ്സ്, ഷോർട്ട് കട്ട് കീസ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ലേഔട്ട് ആൻഡ് പ്രിൻറ്റിങ് ഡ്രോയിങ്, അത് പ്രിൻറ്റിങ്ങും പ്ലോട്ടിംഗ് ഒന്നും 1-2 ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പരീക്ഷകളിലെ ചോദ്യങ്ങൾ നോക്കി അത് ഒന്ന് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. ദെൻ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സിന് 6 മാർക്കാണ്. അത് സിമ്പിളായിട്ട് നമ്മൾ സിമ്പിൾ മെഷീൻസ്, വർക്ക്, പവർ, എനർജി, ദെൻ സിമ്പിൾ സ്ട്രെസ്, മെൻസുറേഷൻ, സിമ്പിൾ ട്രിഗ്നോമെട്രി. ദെൻ കമ്മിങ് ടു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 8 മാർക്കാണ്. അതിനകത്ത് റോഡുണ്ട്, അതുപോലെ തന്നെ റെയിൽവേ ഉണ്ട്, പിന്നെ ബ്രിഡ്ജസ് ഉണ്ട്. ഇത് 3 കൂടി ചേരുന്നതാണ് നമുക്ക് 8 മാർക്ക് കിടക്കുന്നത്. അപ്പം അതും ഏകദേശം 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത് ഓരോന്നിനും. അപ്പം നിമി ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ. ദെൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഫോമാണ്, 6 മാർക്കാണുള്ളത്. അതിനകത്ത് പൈപ്സ്, ക്വാളിറ്റി ഓഫ് വാട്ടർ, സോഴ്സസ് ഓഫ് വാട്ടർ, ട്രീറ്റ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ഡ്രെയിനേജ്, സീവേജ് ട്രീറ്റ്മെൻറ്റ്, അതിനകത്ത് സെപ്റ്റിക് ടാങ്ക്, സീവർ അപ്പർട്ടൻസസ്, വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ, അങ്ങനെ 6 മാർക്കാണുള്ളത്. സോ ദിസ് കോൺട്രിബ്യൂട്ട്സ് 100 മാർക്സ്. 100 മാർക്സ് ഇങ്ങനെയാണ് വരുന്നത്. പക്ക IT ലെവലിലെ സിലബസ് ആണ്. നിമി ബേസ്ഡ് ആയിട്ടുള്ള ബുക്കിന് ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പഠിച്ചിട്ട് പോവുക. ആൻഡ് മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് നോക്കുക. അത് എന്തുകൊണ്ടാണ് എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കഴിഞ്ഞ സെക്കൻഡ് ഗ്രേഡ് എക്സാമിന് നമുക്ക് മുന്നേ നടന്ന സെക്കൻഡ് ഗ്രേഡ് എക്സാംസിൻ്റെയും തേർഡ് ഗ്രേഡ് എക്സാംസിൻ്റെയും അതേ പാറ്റേൺ അല്ലെ അതേ ടോപ്പിക്സിൽ നിന്നും വീണ്ടും സെയിം ക്വസ്റ്റൻ അല്ല, പക്ഷേ ഓരോ ടോപ്പിക്ക്. ഇപ്പം നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് എടുക്കുവാണെങ്കിൽ ഒരുപാട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എടുക്കുമ്പോൾ റൂഫ് ഉണ്ട്, ഫ്ലോർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ റൂഫിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഫ്ലോറിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു പാറ്റേൺ നമ്മളിപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. സോ അങ്ങനെ തന്നെ പഠിക്കാൻ നോക്കുക. ആ ടോപ്പിക്സിന് എംഫസൈസ് കൊടുത്ത് പഠിക്കാൻ നോക്കുക. പിന്നെ മറന്നു പോകുന്ന കാര്യം എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അതിന് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് സ്മാർട്ട് വർക്കിലൂടെ പഠിക്കാൻ ശ്രദ്ധിക്കുക. സോ ദിസ് ഈസ് ദ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ട്രേഡ്സ്മാൻ സിവിലാണ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങാം. താങ്ക് യു.